ഇന്നൊരു ബനാന ചിപ്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വറുത്തായി അല്ലെങ്കിൽ കായ് വറുത്തത്, അങ്ങനെ ഒത്തിരി പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സദ്യകളിലൊക്കെ നമ്മൾ ആദ്യം തന്നെ വിളമ്പുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്തോളം പച്ചക്കായ എടുത്തിട്ടുണ്ട്. നല്ല പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൈകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് കറ എന്തായാലും പറ്റും. അപ്പോൾ കറ പെട്ടെന്ന് തന്നെ അത് ഇളകി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയാൽ മാത്രം മതി. അപ്പോൾ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇനി നമ്മളിത് പൊളിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ തൊലി ഒന്നിങ്ങനെ ഒരു ചെറിയൊരു വരഞ്ഞ കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പൊളിച്ചെടുക്കണം. നമ്മൾ ഒരിക്കലും പീലർ കൊണ്ട് ഒന്ന് ചെയ്തെടുക്കരുത്. ഇതുപോലെ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഒരു വരഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ കൈകളിലൊക്കെ നന്നായിട്ട് കറ പറ്റിയിട്ടുണ്ടാവും. അതായത് ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയാലൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയിക്കോളൂ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തെടുത്തല്ലോ. അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഒരു പൊളിച്ചെടുത്തിട്ടുള്ള പച്ചക്കായൊക്കെ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കൊടുക്കണം. ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചില പച്ചക്കായ്ക്കൊക്കെ ഒരു കറ പിടിച്ച പോലെ ഒരു പറ്റിപ്പ് പോലെ തോന്നാറുണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലേഡ് ഞാൻ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ചിപ്സിൻ്റെ ഒക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ബ്ലേഡാണ് കാണുക. അപ്പോൾ അതിവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലാണ് ഈ ഒരു ചിപ്സ് വരിക. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നേരെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ലുലുവിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ലുലുവിൻ്റെ ആണ് അധികം യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കോരി എടുത്ത് കഴിഞ്ഞാൽ ഒരു തണുത്ത പോലെ ഇപ്പോൾ, അതുകൊണ്ടാണ് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് കുറച്ച് നേരം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കണം. ഒരു കോരി വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ മേലോട്ടേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയിലേക്കാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെ ചിപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടിൽ തന്നെ നമ്മളിത് ബോക്സിലൊന്നും ഇട്ട് വെക്കരുത്. അത് തണുത്തതിന് ശേഷം, അതായത് ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലൊരു ബോക്സിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ചിപ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്